2025 ഓരോ പ്രവാസിയും എങ്ങനെയായിരിക്കണം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ ഒരുപാട് പേര് കാണുകയും ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കുവെച്ച കാര്യം ഒന്ന് തന്നെയായിരുന്നു, യൂലിപ്പ് എന്ന് പറയുന്ന പ്ലാനിനെ പറ്റിയായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നില്ല, ഞാൻ ബാങ്കിൽ SIP ജോയിൻ ചെയ്യാൻ പോയതാണ്, മ്യൂച്വൽ ഫണ്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അന്നേരം എന്നോട് പറഞ്ഞത് ഒരു ഇൻഷുറൻസ് കൂടി നിങ്ങൾക്ക് കിട്ടും, ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞാണ് എനിക്ക് ഈ പ്ലാൻ തന്നത്. ഞാൻ കരുതത് ഇതൊരു മ്യൂച്വൽ ഫണ്ട് ആണ് എന്നാണ് കരുതത്. അല്ലെങ്കിൽ ബസാറിൽ നിന്ന് എന്നെ വിളിച്ച ആൾ പറഞ്ഞത് ഇതൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മ്യൂച്വൽ ഫണ്ട് അല്ലേ, ശരിക്കും അത് എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ യൂലിപ്പ് അല്ല, നിങ്ങൾ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഒരു പ്രത്യേകം ഇൻഷുറൻസും നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുമാണ് ഈ വീഡിയോയുടെ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഒരുപാട് പേര് പുതിയതായിട്ട് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇനിയും ചാനൽ ഫോളോ ചെയ്യാതിരിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പ്രത്യേകം ഒരു ഇൻഷുറൻസും പ്രത്യേകം ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വേണം, നിങ്ങൾ ഈ കോംബോ പ്രൊഡക്ട്സിൻ്റെ പുറകിൽ യൂലിപ്പ് പോലെയുള്ള കോംബോയിലേക്ക് പോകരുത് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏതെങ്കിലും എൻ്റെ ഒരു ഫേവറേറ്റ് കൺസേണിൻ്റെ പുറത്തല്ല ഇത് പറയുന്നത്. ശരിക്കും ഇതിനുള്ള ഡിഫറൻസ് എന്താണെന്ന് കാട്ടിത്തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന്. മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. യൂലിപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ എത്ര രൂപയാണ് നിങ്ങൾ അടയ്ക്കുന്നത്, അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 12 ടൈംസ് ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ്. അതായത് 1 ലക്ഷം രൂപയുടെ പ്രീമിയമാണ് നിങ്ങൾ പെർ ഇയർ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 12 ലക്ഷം രൂപ വരെയാണ് പലപ്പോഴും ഇൻഷുറൻസ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ടേം ഇൻഷുറൻസ് ഒക്കെ സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാഷിനുള്ളിൽ തന്നെ 1 കോടിയുടെയും 2 കോടിയുടെയും ഇൻഷുറൻസ് കിട്ടുന്നു എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, യൂലിപ്പിൽ 5 വർഷത്തേക്ക് ലോക്കിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാം, ഏത് സമയത്തും വിഡ്രോയും ചെയ്യാം എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള SIP പോലെയുള്ള കാര്യങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. യൂലിപ്പിലേക്ക് പോകുമ്പോൾ 5 ഇയർ ലോക്കിംഗ് പീരീഡ് ആണ്. അതിനുള്ളിലാണ് നിങ്ങൾ ക്യാഷ് പിൻവലിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. മൂന്നാമത്തെ കാര്യം ലിക്വിഡിറ്റി ആണ്. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാഷ് എടുക്കാൻ സാധിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന യൂലിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ക്യാഷ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ക്യാഷ് എടുക്കാൻ സാധിക്കുന്നില്ല. നാലാമത്തെ കാര്യം, പോസ് എന്നൊരു ഓപ്ഷനാണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത്, നിങ്ങളൊരു SIP ആയിട്ട് പെർ മന്ത് നിക്ഷേപിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്, നാട്ടിൽ ചെന്നു നമുക്ക് എല്ലാ മാസവും അടയ്ക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഒരു വെക്കേഷൻ പീരീഡാണ്, ഞാൻ കുറച്ച് സാമ്പത്തികമായി ടൈറ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മാസം അവിടെ പോസ് ചെയ്ത് വെക്കാൻ പറ്റും. അവിടെ നിങ്ങൾ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു യൂലിപ്പാണ് നിങ്ങൾ പ്ലാനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസ് എന്നൊരു ഓപ്ഷൻ ഇല്ല. അഞ്ചാമത്തെ കാര്യം, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് 12.5% ആണ് ടാക്സ് ആയിട്ട് നൽകേണ്ടി വരുന്നത്. ലോങ് ടൈമിലേക്കാണ്. യൂലിപ്പിലേക്ക് വരുമ്പോൾ ഡിപ്പെൻസ് ഓൺ എമൗണ്ട് ആണ്. എമൗണ്ട് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. കുറഞ്ഞ പ്ലാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. അഞ്ചാമത്തെ പോയിന്റ്, ചാർജസ് ആണ്. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പെൻസ് റേഷ്യോ മാത്രമേ നിങ്ങൾക്ക് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അതായത് ഒരു പ്രതിവർഷം നമ്മൾ ഇത്ര എമൗണ്ട് നമ്മുടെ ഫണ്ട് വളർത്താൻ വേണ്ടി നമ്മൾ ഫണ്ട് മാനേജേഴ്സിനും ആ AMCക്കും അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്കും ഒരു ഫീ കൊടുക്കുന്നു. അത് ഓരോ വർഷത്തെ നമ്മുടെ എമൗണ്ട് ഡിവൈഡ് ബൈ 12 വെച്ചിട്ടാണ് നമ്മുടെ എമൗണ്ട് ഓരോ മാസവുമാണ് നമ്മൾ ആ ഫീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യൂലിപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ചാർജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അലോക്കേഷൻ ചാർജ് 5%, പോളിസി അഡ്മിൻ ചാർജ് 6%, ഫണ്ട് മാനേജർ ഫീ 1.35%, മോർട്ടാലിറ്റി ഫീ 1.29%, അതുൾപ്പെടെ GST 18% GST. ഇത്രയും തുകയാണ് നിങ്ങൾക്ക് യൂലിപ്പ് പ്ലാനിൽ ചാർജ് ആയിട്ട് മാത്രം കൊടുക്കേണ്ടി വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഫൈനൽ എമൗണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ തന്നെയും ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയുടെ, അത് ICICI ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, SBI ആയിക്കോട്ടെ, ഇവരുടെ യൂലിപ്പ് പ്ലാനും ഇവരുടെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ യൂലിപ്പാണ് ജോയിൻ ചെയ്തതെങ്കിൽ നിങ്ങൾ അതൊരു കോംബോ പ്രൊഡക്റ്റ് ആണ്, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സിനും 12 ടൈംസ് ആയിരിക്കും. അതായത് 1 ലക്ഷം രൂപയുടെ പ്രീമിയമാണ് നിങ്ങൾ പെർ ഇയറെങ്കിൽ ജോയിൻ ചെയ്തെങ്കിൽ ഒരു 12 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 12 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതുകൊണ്ട് നടക്കും. നമ്മളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ പഠനം, നമ്മുടെ കുട്ടികളുടെ വിവാഹം, നമ്മുടെ പേരൻസിൻ്റെ ഹോസ്പിറ്റൽ കേസുകൾ, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു 12 ലക്ഷം കൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു 1 കോടി 2 കോടി രൂപയുടെയൊക്കെ ഒരു ടേം ഇൻഷുറൻസ് പ്രത്യേകമായി എടുത്തു വെക്കുക. അത് ഒരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ ചെറിയ പ്രീമിയം എമൗണ്ട് ആവത്തുള്ളൂ. 35-40 ഒക്കെ ആവുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഏജ് അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രീമിയം എമൗണ്ട് കൂടുക. അത് പിന്നീട് കൂടി പോകുന്നില്ല. അത് എപ്പോഴാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് മാത്രമാണ് നമ്മൾ പെർ ഇയറിൽ കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് ടേം ഇൻഷുറൻസിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പോൾ ഞാനിത് ടേം ഇൻഷുറൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല,
പക്ഷേ നിങ്ങൾ എൻ്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് ആണ് സെപ്പറേറ്റ്ലി എടുക്കുന്നതെങ്കിൽ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സേഫായി. ഇനിയിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിലേക്ക് കിട്ടുന്ന വെൽത്ത് എത്രയാണോ അതിൻ്റെ അടുത്തൊന്നും തന്നെ എത്താൻ ഈ ലുലിപ്പിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ എമൗണ്ട് എത്തുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇത്രയധികം അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ടും നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ടേം ഇൻഷുറൻസും ഉണ്ടെങ്കിൽ കിട്ടുന്നു. പക്ഷേ നിങ്ങളൊരു കോംബോ പ്രൊഡക്ട്സ് പലരും എടുക്കുമ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. അതുകൊണ്ട് ഇത് കാണുന്ന പലരും ഉണ്ടാകും, യൂലിപ്പൊക്കെ സെല്ല് ചെയ്യുന്ന ആളുകൾ എന്നെ തെറി പറയാം പക്ഷേ സത്യസന്ധമായ കാര്യം പറഞ്ഞേ പറ്റൂ. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും ഈ മേഖലയിലും പ്രവാസികൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കഷ്ടം. കാരണം അവരിതിനെപ്പറ്റി പഠിക്കുന്നൊന്നുമില്ല. അവർ നാട്ടിലേക്ക് പോകുന്നു, ബാങ്കിൽ ഏതൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ മാനേജറെ കാണുന്നു, മാനേജർ പറയുകയാണ് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് ഇൻഷുറൻസും കിട്ടുന്നുണ്ട്, ടാക്സും കുറവാണല്ലോ, നിങ്ങൾ ഈ പ്രവാസിയല്ല വരുമ്പോൾ ഒരു വലിയ എമൗണ്ടും വെൽത്ത് ക്രിയേറ്റ് ചെയ്തുകൂടെന്നൊക്കെ പറയുമ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നോ എന്താണ് മാർക്കറ്റ് എന്നോ ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരൻ തീർച്ചയായിട്ടും അയ്യോ വലിയ നേട്ടമാണല്ലോ, ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര കിട്ടുന്നു, അതിൻ്റെ കൂടി ഇത്രയും കൂടി ഇൻഷുറൻസും കൂടി ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എടുത്തു പോകും, ജോയിൻ ചെയ്ത് പോകും. പക്ഷേ ജോയിൻ ചെയ്തതിന് ശേഷം പലപ്പോഴും പല വീഡിയോസ് കാണുമ്പോഴായിരിക്കും ഇത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാനും പറ്റില്ല. കാരണം ലോക്കിംഗ് പീരീഡ് ഉണ്ട്, നിങ്ങൾ അടച്ച തുക പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളത് പിന്മാറുകയാണെങ്കിൽ ടാക്സ് ബെനിഫിറ്റും കിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കുക. ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റിനോട് കോംബോ പ്രൊഡക്റ്റ് വേണോ അതോ ഞാൻ തനിയെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും ഒരു സെപ്പറേറ്റ് ഒരു ടൈം ഇൻഷുറൻസും എടുക്കുന്നതാണോ മെച്ചം എന്ന് നിങ്ങൾ തന്നെ പഠിക്കുക, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.